ഇന്ന് നമുക്ക് നല്ല പടപടപ്പടക്കുന്ന അയക്കൂറയെന്ന് കിട്ടീന് ഗൈസ്. ഈനെ നമുക്ക് നല്ല അടിപൊളിയായി പൊരിച്ചെടുക്കാം. എന്നാ തുടങ്ങാല്ലേ. നല്ലോണം വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. എന്നിട്ട് അങ്ങ് ഒരു ചട്ടി അങ്ങ് എടുക്കാം. ചട്ടിയില്ലാണ്ട് ഒരു കളിയില്ല കേട്ടാ. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലെ താരം കറിവേപ്പിലെന്ന് കേട്ടാ. എത്ര കറിവേപ്പില കൂടിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് വേറെ ലെവലാണ് കേട്ടാ. ഈ മസാലകളൊക്കെ ഇതിൽ പിടിച്ച് നല്ല ജിൽജിലാവാനും വേണ്ടി ഇതിനങ്ങ് അടച്ചു വെക്കാം. നിങ്ങൾ വിചാരിക്കും ഇത് മൊത്തം എനിക്ക് തിന്നാനുള്ളതാണ്. നല്ല ഗൈസ്, ഇത് നാളത്തേക്കും കൂടിയുള്ളതാണ്. ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റാം. ഇങ്ങനെ നമ്മൾ ക്രിസ്പി ആൻഡ് സ്പൈസി ആയിട്ടുള്ള അയക്കൂറ ഫ്രൈ ഇവിടെ തയ്യാറായിരിക്കുന്നു ഗൈസ്. എല്ലാവരും വന്നോളി, എല്ലാവരും തിന്നോളി. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.